ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല നാടൻ രുചിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാടിട്ട് ചൂടാക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. കൂടുതൽ ചൂടായാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇപ്പൊ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നല്ല കൈപ്പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ഞാൻ മൊത്തം എടുത്തിട്ടില്ല, ഒരു ലേശം കുറവാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരണം. ഇപ്പൊ ഇത് ചുവന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒരു കൈപ്പിടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ കറി വെക്കാൻ സവോളയും ചുവന്നുള്ളി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുവന്നുള്ളി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവോളയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് 5-6 വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള പകുതി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പൊ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ചിക്കന്റെ വലുപ്പമൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂണിലും കുറച്ച് കൂടുതൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പൊ പൊടിച്ചെടുത്താണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണ്. ഇതോടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 6-7 മിനിറ്റത്തേക്ക് അടച്ചു വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഇത് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് ഇതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് വെന്തു വരണം. തിളച്ചു വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പൊ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കിയൊക്കെ കൊടുക്കണം. ഇത് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. വീണ്ടും അടച്ചു വെക്കാം. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കൂട്ടി ഇച്ചിരി കൂടെ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പും ഗരം മസാലയൊക്കെ നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയാണിത്.
എല്ലാവരും ചിക്കൻ കറിയിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അത് പല സമയത്തായിട്ട് ചേർക്കുമ്പം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഇരുമ്പിന്റെ ചട്ടിയിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുത്താൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും. മൂടി വെക്കാൻ ഈ ലിഡിനൊക്കെ പകരം വാഴയിലൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.